MIT Musa, 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 MIT Musa. അല്ല നിങ്ങൾ എങ്ങോട്ടാ രാവിലെ തന്നെ പോണേ? നമ്മള് കൊണ്ടോട്ടിക്ക്. ആടെന്തേത്തിന് പോവുക? അല്ല നിങ്ങൾ എപ്പോഴാ തിരിച്ചു വരിക? ഇവിടെ ഉച്ചക്കൊക്കെ ചോറ് വെക്കണോ അതോ നിങ്ങൾ രാത്രിത്തേക്കാണോ വരിക? അല്ല നിങ്ങൾ രാത്രിത്തേക്ക് എന്തോ തിന്നിട്ടാണോ വരിക? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഏതെങ്കിലും ഒരു ബൈക്ക് ഇറങ്ങുമ്പോ ഓള പകരം 100-150 ചോദ്യാണ്. കല്യാണം കഴിക്കാത്തോണ്ടാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചെന്ന് ബാലേട്ടൻ പറഞ്ഞ ശരിയാ? കല്യാണം കഴിച്ചില്ലെങ്കിലേ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ 100 ചോദ്യങ്ങൾ കേട്ടിട്ട് നമ്മള് പണ്ടാറടങ്ങി അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ കൊളംബസിന് അമേരിക്ക കണ്ടുപിടിക്കാൻ പറ്റിനോ? അപ്പൊ അയാൾ കണ്ടുപിടിക്കണ വരെ അമേരിക്ക എന്ന് പറഞ്ഞൊരു സാധനം ആടല്ലായിനോ? ഈ ബൾബ്, ഫോണ്, TV, ഫ്രിഡ്ജ് ഇതൊക്കെ കണ്ടുപിടിക്കണമാര് കണ്ടുപിടിച്ചത് അമേരിക്ക അല്ല. ഈ ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാണ്? ഇന്ത്യ കണ്ടുപിടിച്ച എന്റെ ഉപ്പ മമ്മദാജി നരിക്കുനിയിലെ. എന്നിട്ട് ഉപ്പ എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ എത്ര വലിയ വലിയ കാര്യം കണ്ടുപിടിച്ചാലും ഉപ്പ ഒരക്ഷരം മിണ്ടൂല. അഹങ്കാരമില്ലാത്തൊരു മനുഷ്യനാണ് ഇഞ്ച ഉപ്പ. വല്ലാത്തൊരു വിവരം തന്നെയാണ് പത്തു എനിക്ക്. നിങ്ങൾ എന്നെ കളിയാക്കരുതിട്ടോ. ഇന്ത്യ കണ്ടുപിടിച്ച ഗാന്ധിജിയാണ് എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മളെ നോട്ടുകളൊക്കെ ഗാന്ധിജിന്റെ ഫോട്ടോ പറയേണ്ടത് കേട്ടോ. സത്യം പറ, നിങ്ങൾ എങ്ങോട്ടാ പോണത്? കൊണ്ടോട്ടിൽ ഒരു മരിച്ച പുരയിൽ പോവുക. ആരാണ് മരിച്ചേ? നമ്മളെ കുഞ്ഞിരാമ വൈദ്യര്. കുട്ടിക്കാലത്ത് നിങ്ങളെ ചൊറിയും ചണുങ്ങും മൂക്കുന്നൊൽപ്പും ഒക്കെ മാറ്റി ആ വൈദ്യരോ? കഷ്ടായി പോയി. ഞാനും പോയി കണ്ടതാണ് ആ മനുഷ്യനെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മൂപ്പരെ പോയി കണ്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോ മയ്യത്തായിട്ടാ കാണാൻ പോണേ. എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ കാണാൻ പോണേ? മരിച്ച മയ്യത്തായി കിടക്കണ വൈദ്യർ ഇങ്ങനെ നോക്കി പറയോ, ഹായ് മോനും വന്നല്ലോ, മോനും എന്റെ മയ്യത്ത് കാണാൻ വന്നല്ലോ എന്നിങ്ങനെ പറയോ? വൈദ്യർ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനാ നമ്മള് പോണേ. മയ്യത്ത് ചെതല് വെക്കണതിന് മുമ്പ് ആടെ ഒന്ന് എത്തണോ, പറ്റെങ്കില കയ്യിലൊന്ന് തൊടണോ. പടച്ചോന്റെ കയ്യാ പാത്തു, അത് ഒന്ന് തൊട്ടാ മതി, ഒരു സൂക്കറുണ്ടാവൂല. പിന്നെ ചെറുപ്പകാലത്തെ വൈദ്യരെ കണ്ടാ നമ്മളെ നിലവിളി നിൽക്കുന്ന എപ്പോഴും ഉമ്മ പറയലുണ്ട്. അല്ല നിങ്ങൾ ഈ വണ്ടി മേല കൊണ്ടോട്ടിക്ക് പോണേ? അല്ല ഈ വണ്ടിക്ക് എന്താ കുഴപ്പോ? ഇതെന്നാ വണ്ടീന്റെ കുഴപ്പം? നേരത്തിനും കാലത്തിനും ഒന്നും വിചാരിച്ച സ്ഥലത്തെത്താൻ പറ്റൂല. ആ ചെറിയ സ്പാനറിങ് എടുത്തോ. അല്ല നിങ്ങളിതിപ്പോ റിപ്പയർ ചെയ്തിട്ടാ കൊണ്ടോട്ടിക്ക് പോണത്? അന്നപ്പോഴത്തേക്ക് വൈദ്യർ സ്വർഗത്തിലെത്തി പോയില്ല. 10 മണിക്കാണ് സംസ്കാരം. ഇപ്പൊ മണി 8ആയി. ഇപ്പൊ ഇറങ്ങിയ കറക്റ്റ് സമയത്തിന് അവിടെ എത്താം. അല്ല നിങ്ങക്ക് ബസ്സിന് പോയ പരുപ്പ ഇപ്പൊ ആട്ടവണ്ടി റിപ്പയർ ചെയ്ത് കൊണ്ടോട്ടി വരെ ഓടിച്ചു പോകാൻ നിക്കണോ? ഏതാടാ പാട്ടുവണ്ടി? എന്ന് മുതലാണ് അത് പാട്ടുവണ്ടിയായത്? അനക്ക് 1.5 വയസ്സുള്ളപ്പോ ഈ വണ്ടി കയറി ടാറ്റ പോവാന്ന് ഈ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ അനക്ക് എന്നാടാ പാട്ടുവണ്ടിയായത്? വകതിരില്ലാത്ത പ്രായത്തില് ഞാനങ്ങനെ വാച്ച് പിടിച്ച് കരഞ്ഞെന്ന് വിചാരിച്ച് ഉപ്പ എന്നും അത് ഓർത്തോണ്ടിക്കല്ലേ? നിങ്ങൾ ആ തൊണ്ടയാട് ബൈപ്പാസിലൂടെ ഈ പാട്ടവണ്ടി ഓടിച്ചു പോകുമ്പോ ഇവിടെ ഇരിപ്പൊറക്കൂല, അതുകൊണ്ട് പറയണതാണ്. നമ്മളെ കൂടെ പോര്. ഒരു ബസ്സിന് കേറിയാൽ 1 മണിക്കൂർ കൊണ്ട് കൊണ്ടോട്ടി എത്തൂലേ മനുഷ്യ? MIT മൂസ MIT അല്ലാണ്ട വേറെ വണ്ടിയിൽ പോണ കണ്ട മോശല്ലേ പത്തുവോ? ഈ വണ്ടി നമ്മളെ ശരീരത്തിനോട് ചേർന്നുള്ള ഒരു അവയവാ. നമ്മൾ ഏടെ പോകുമ്പോഴും ഇത് നമ്മളെ കൂടെ വേണം. എന്നിട്ട് കൊറേ നേരമായാലോ കൂടെ പോരാ ഇങ്ങനെ മടിച്ചു നിക്കണേ. നിങ്ങൾ വിളിച്ചിട്ട് അനങ്ങണില്ലേലോ? ഇത്തിരി പ്രായമൊക്കെ ആയാല് വണ്ടികളൊക്കെ അങ്ങനെയാ, ഒരു ഇത്തിരി വാശിയൊക്കെ കാണിക്കൂ. റിസ്വാനെ വണ്ടി ഒന്നും ഉണ്ട് തള്ളിക്കൊടുക്കി. വെല്ലില്ല ബ്രേക്കില്ല, കുത്തിയാ കേസില്ലാന്ന് മുമ്പിൽ ഒരു ബോർഡ് എഴുതി വെച്ച് കൊടുക്കേണ്ടി. ഉപ്പ ബൈപ്പാസിലൂടെ പോന്ന് റോക്കറ്റിന്റെ എഞ്ചിന് വെച്ച് ചീറിപ്പായുന്ന ലോറികളാണ്. അതിന്റെ മൂട്ടിലൊന്ന് പോയി പെടാൻ നിക്കടങ്ങള്. ലോറി അതിന്റെ ബൈക്ക് പോകും, നമ്മളെ വണ്ടി നമ്മളെ ബൈക്കും പോകും. ഈ വണ്ടി ഉണ്ടടാ, ഈ വണ്ടി അങ്ങോട്ട് ഉന്തിക്കൊടുക്കി. വണ്ടി വണ്ടി നിന്നെ പോലെ വയറ്റിലെനിക്കും തീയാണ്.
ഇവനിതെന്താ കാണിക്കുന്നു? ഇപ്പൊ മൂസയുടെ നട്ടലൊടിഞ്ഞാനല്ലോ. അപ്പൊ മൂസാക്കൊക്കെ നട്ടലുണ്ടെന്നാ ബാലട്ടൻ പറയുന്നത്? അല്ല, നിന്നെ പോലെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പണ്ടിയാ. കൊണ്ടോട്ടിയിൽ ഒരു മരിച്ച പൊരയിലേക്ക് പോവേന് ഞമ്മള്. ആടെത്തുന്നതിന് കൊണ്ട് ഞമ്മള് മയ്യത്തായിട്ട് ഞമ്മള് എത്തിയനിപ്പോ പെരയില്. വണ്ടിക്ക് തീരെ ബ്രേക്കില്ല. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് മൂസക്ക. നിങ്ങൾ തൊണ്ടയാട് ബൈപ്പാസിലൂടെ ഇങ്ങനെ മറ്റിങ്ങനെ പോവാ, പെട്ടെന്ന് ബ്രേക്ക് പോവും. മുന്നിലൊരു ടിപ്പർ ലോറിയോ ബസ്സോ. മൂസാക്കക്ക് ബ്രേക്ക് ഇടാൻ പറ്റുന്നില്ല. ഭയങ്കര സ്പീഡിൽ പോകുന്ന മൂസാക്കയുടെ വണ്ടി മറ്റേ വണ്ടിയിൽ ഇടിച്ച് 20 അടി താഴ്ചയിലേക്ക് മറിയുന്നു. റബ്ബർ പന്ത് പോലെ വായുവിൽ ഉയർന്നു താഴുന്ന മൂസക്ക. കണ്ടു നിൽക്കുന്നവർക്ക് അതൊരു കൗതുകമേറിയ കാഴ്ച. ചുറ്റുമുള്ളവർ മൊബൈലുമായി ആ കാഴ്ച പകർത്താൻ ഓടിയെടുക്കുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന പാവം പാവം മൂസക്ക പടഞ്ഞു പടഞ്ഞു മരണവെപ്രാളം കൊണ്ട് മൂസക്ക മൊബൈൽ പകർത്താനുള്ള തിരക്കിലാണ് എല്ലാവരും. ആരും ആസ്പത്രിയിലേക്ക് എടുക്കുന്നില്ല. പാവം മൂസക്ക ഒന്ന് നിർത്തണോ സുശീല? ഒരാളൊരു വഴിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാ തന്റെ ഒരു അപകട വിവരണം. അതിപ്പോ ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ട് അപകടം വരണമെന്നില്ലല്ലോ. നിന്റെ നാവൊന്ന് കാണിച്ചേ. അസല് കരുനാക്ക് തന്നെയാ. ഏതായാലും മൂസ, നീ ഈ വണ്ടി എടുത്ത് കൊണ്ടോട്ടിക്ക് പോണ്ടേ? ഇവന്റെ കരുനാക്ക് കണ്ടിട്ടാ നിന്റെ ബാലട്ട നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് തന്നെയല്ലേ? അല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് കിട്ടണ്ടായപ്പോ നിങ്ങൾ പാർട്ടി മാറിയോ? പാർട്ടി മാറിയിട്ടൊന്നും അല്ല. എന്നിട്ടാണ് ഇമ്മാര് അന്ധവിശ്വാസം പറയണേ. ഭൗതികവാദം പറയാനല്ലേ പറ്റൂ, പ്രവർത്തിക്കാൻ പറ്റൂലല്ലോ. പറയുന്ന ഒന്നും പ്രവർത്തിക്കുന്ന വേറൊന്നും ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തെരഞ്ഞെടുപ്പിലും തിരിച്ചടി കിട്ടിയത്. ഏതായാലും മൂസ വണ്ടി ഇവിടെ ഒതുക്കിട്ടേക്ക്, എന്നിട്ട് ബസ്സിന് പോയിക്കോ. എന്റെ ബാലേട്ടാ, 10-25 കൊല്ലായി നമ്മൾ ഈ വണ്ടിയിൽ പോകാൻ തുടങ്ങിയിട്ട്. ഈ വണ്ടി നമ്മളെ ചതിക്കൂല, അത് നമുക്ക് ഉറപ്പാ. ഈ വണ്ടി നിന്നെ ചതിക്കില്ല, അത് ശരിയായിരിക്കും. പക്ഷേ നമ്മുടെ ജീവൻ മറ്റുള്ള വണ്ടിക്കാരുടെ കയ്യിലല്ലേ. അങ്ങനെ വണ്ടി ഇടിച്ച് ചാവാനാണ് നിശ്ചയമെങ്കിൽ റോഡ് സൈഡിൽ കൂടെ നടന്നു പോയപ്പോരെ വണ്ടി ഇടിക്കൂലേ? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. 2 ചക്രമുള്ള വണ്ടിയിലെ മൂസക്ക പോകുന്നുണ്ടെങ്കിൽ എന്റെ ബൈക്ക് തരാം. ഈ പാട്ട വണ്ടിന്റെ 2 ഇരട്ടി സ്പീഡിൽ നിങ്ങൾക്ക് കൊണ്ടോട്ടിലെത്താം. അത്ര സ്പീഡിൽ പോയാലേ ഞമ്മളെ നേരെ പള്ളിപ്പറമ്പിലേക്ക് എടുക്കണ്ടേ. അപ്പൊ ഞമ്മള് പോട്ടെ. പോയിട്ട് വരാന്ന് പറ മൂസക്ക, അറം പറ്റി പോണ്ട. അങ്ങനെ പറയും മൂസ. അറമ്പറ്റലും കരിനാക്കൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ അത് പറയണോ? നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റാണ് നിങ്ങൾ? MIT മൂസ, MIT മൂസ, MIT മൂസ, MIT മൂസ. നീ എന്തേ താടോ കുത്തിന്ന് പെറുക്കി നടക്കണേ? എടാ പെറുക്കി, അന്നോട് എന്തിത്താ പെറുക്കി നടക്കുന്നേന്ന്? പെറുക്കി ഇന്റെ പുയ്യാപ്പിളനോട് എന്ന് പറ. ഇന്നെ കൊണ്ടൊന്നും വെറുതെ പറയിപ്പിക്കാൻ നിൽക്കണ്ട. ചെക്കൻ വലുതായി. ഇത് ഉപ്പാന്റെ വണ്ടിയുടെ പാർട്സ് ആണ് ഉമ്മ. ഉപ്പ എങ്ങനെയാ വണ്ടി കൊണ്ടുപോയത് പടച്ചോനറിയാ. കൊറേ സാധനങ്ങളുണ്ട് ഇവിടെ തൊഴിഞ്ഞു കിടക്കുന്നു. ഈ നോക്കിക്കടോ, ഇന്നും കൂടി മാത്രമേ മൂസക്കായ പാട്ട വണ്ടി കൊണ്ടും കൂടി വരൂ. ഇനി ആ വണ്ടി കൊണ്ട് ഈ മുറ്റത്ത് വന്നാലും വെട്ടിക്കേറി അടുപ്പിൽ വെച്ച് ഞാൻ കത്തിച്ചാളും. വണ്ടീന്റെ കാര്യത്തില് ഇന്നത്തോടെ ഒരു തീരുമാനം വേണം. എന്റെ ഫ്രണ്ട്സ് എല്ലാരും കളിയാക്കുക MIT മൂസന്റെ മോളെന്ന് പറഞ്ഞ് ക്ലാസ്സിലെല്ലാവർക്കും ഓരോ പോരെയുള്ള കാറിനെ പറ്റിയിട്ടാ പറയാനുള്ളത്. ഒരു പോരെ തന്നെ 2-3 കാറൊക്കെയാ. ഏതെങ്കിലും ഓട്ടോമൊബൈൽ മാഗസീനും വായിച്ച് ഞാൻ വല്ലതും അഭിപ്രായം പറഞ്ഞാല് അപ്പം തുടങ്ങും, നീ MIT മൂസന്റെ മോളല്ലേ, അനക്ക് മീൻ വണ്ടീന്റെ കാര്യമില്ലാണ്ട് വേറെ എന്തെങ്കിലും അറിയോന്ന്. കേട്ടിട്ട് എന്റെ തൊലി തങ്ങനെ ഒരിഞ്ഞു പോവാ. ഉപ്പാനോടൊരു ബുള്ളറ്റ് എടുക്കാൻ പറയണം. അപ്പൊ ഉപ്പാന്റെ പേര് മാറിക്കോളും, ബുള്ളറ്റ് മൂസാന്ന്. പിന്നെ എനിക്ക് അതിൽ ചെത്തിടക്കം ചെയ്യാലോ. ബുള്ളറ്റ് ആയാലും മതി, നല്ല ആണത്തുള്ള വണ്ടിയാ ബുള്ളറ്റ്. ആണത്തുള്ള വണ്ടി അനക്ക് എന്തിനാണ് റസിയ? ഈ പെണ്ണല്ലേ? പെൺകുട്ടികൾക്ക് ബുള്ളറ്റ് കയറി ചെത്തി നടക്കാൻ ഭയങ്കര ഇഷ്ടമാ. ബുള്ളറ്റ് മൂസ പേർക്കൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്. ബുള്ളറ്റ് അല്ല ബെൻസ് കാർ വാങ്ങിയാലും ഉപ്പാന്റെ പേര് മാറാൻ പോകുന്നില്ല. ഉപ്പ വണ്ടി മാറ്റണമെങ്കിൽ വണ്ടി ഇല്ലാതാണ്. വണ്ടിന്റെ പൊടി പോലും ഇല്ല എന്ന് ഉപ്പാക്ക് ഉറപ്പാണ്. അത് ശരിയാ, ഉപ്പാക്ക് ആ വണ്ടിനോട് വല്ലാത്തൊരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, അത് മാറ്റണം. ഒരു വഴിയെ ഞാൻ കാണുന്നു. എന്ത് വയ്യാടാതി? ഉപ്പ കാണാതെ പറമ്പിൽ എവിടെങ്കിലും ഉന്തിക്കൊണ്ടിടുക, എന്നിട്ട് പെട്രോൾ ടാങ്കിൽ തീപ്പെട്ടിന്റെ കൊല്ലി ഉറച്ചങ്ങിട്ട്. ഞാൻ വെട്ടിക്കേറി അടുപ്പിൽ വെച്ചിട്ടായാലും ഈ തീ വെച്ചിട്ടായാലും നാളെ തൊട്ട് ഈ മുറ്റത്ത് MIT വണ്ടി ഉണ്ടാവൂല, ഉപ്പ അതിന്റെ മോള് പോവില്ല. എന്താണ്
എന്താ ബാലേട്ടാ? എന്തേത്താ സുശീല? എന്താങ്ങളെ മുഖം ഇങ്ങനെ നിക്കണേ? അല്ല പറയേ, എന്താണ് ബാലേട്ട പറയുന്നേ? അത് പാത്തുമ്മ കരഞ്ഞ് ബഹളം ഉണ്ടാക്കണം. നമ്മളൊന്ന് വിചാരിക്കും, ദൈവം മറ്റൊന്ന് വിധിക്കും. ഒന്നും നമ്മുടെ കയ്യിലല്ല. അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. ഏ? ഈ ജീവിതം എങ്ങനെയാന്ന് പറയാൻ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്നേ? ബാലേട്ട അങ്ങോട്ട് നോക്കി നിങ്ങളൊന്ന് തെളിച്ച് പറയുന്നേ. ഒരു കൈത്താങ് പെട്ടെന്നില്ലാണ്ടാവുമ്പോ ആരായാലും ഒന്ന് പകച്ചു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. നിങ്ങൾ സാഹിത്യം പറയാണ്ട് നടന്ന എന്തേതാണെന്നൊന്ന് പറയേ. മനുഷ്യൻ എത്ര നിസാരന്മാരാണ്. ഇന്ന് കണ്ടവരെ നാളെ കാണില്ല. അത്ര ഉറപ്പല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു മൈക്കും പിടിച്ച് ആ കവലേമേലെ പോയിട്ട് മൈതാന പ്രസംഗം നടത്തിയൂടി. നിങ്ങൾ കാര്യം എന്തേതാണെന്നൊന്ന് പറയൂ സുശീല, ബാലേട്ടാ. മൂസാക്കൊക്കെ ഒരു അപകടം സംഗതി ഇച്ചിരി സീരിയസ്. പഠിച്ചോനെ, ഒരു ചരക്ക് ലോറി MIT വണ്ടി ഇടിച്ചിടുകയായിരുന്നു. രാമനാട്ട് ബൈപ്പാസിൽ അപകടം നടന്ന് നാട്ടുകാർ കൂടി ആസ്പത്രിയിൽ എത്തിച്ച് ICUലെന്നാ കേട്ടത്. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാ ആ വണ്ടി പോണ്ടാവും. എന്റെ ഈ കരിനാക്ക് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞതാ, ഈ നാക്ക് മൂസാക്കാൻ ഞാൻ പറഞ്ഞാ പോലെ പോലെ എന്ന് കേട്ടില്ല. ഒടുക്ക ഈ ഗതിയായി. ഒരു ഫോൺ വിവരം കിട്ടിയതാ. ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവാണ്. നിക്ക് ബാലേട്ടാ, ഞാനും വരട്ടെ. നീ ഇപ്പം വരണ്ട. ഉമ്മയുടെയും പെങ്ങളുടെയും കാര്യം നോക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഷുക്കൂറിനെ വിളിച്ചോളാം. പാത്തുമ്മ സമാധാനായിട്ടിരിക്കേ. സുശീല വണ്ടി എടുക്കും. എടുക്കാം. പഠിച്ചോനെ പറ്റിയേ ബാലേട്ടങ്ങൾ ആടെ എത്തിയാലൊന്ന് വിളിക്കണേ. ഇന്നും കൂടി മുസക്കായി ആ പാട്ട വണ്ടിമേല് പോകുന്നു ഞാൻ പറഞ്ഞത് അർപ്പറ്റി പോയല്ലോ എന്റെ പഠിച്ചോനെ. നാളെ മുതൽ ഉപ്പ വണ്ടി പോയില്ലാന്ന് ഞാനും പറഞ്ഞല്ലോ ഉമ്മ. ഞാനിത് എങ്ങനെ സഹിക്കും മോളെ? നമ്മളെ തല തിരിയണോ? ഈ പോയിട്ട് മൂസക്കായിനെ കണ്ടോ? കാണാൻ പറ്റില്ല താത്ത. അളിയൻ ഐസിയൂല. അണക്ക് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കേറിയാല് കാണാൻ പറ്റൂലോ. നേഴ്സിനോടോ കമ്പോട്ടറോടോ ഒരു വാക്കെടുക്ക് പറഞ്ഞൂടായിനു എന്റെ സുക്കൂറെ. അണക്ക് അളിയനാണെന്നൊന്ന് ഓലോട് പറഞ്ഞു നോക്കിക്കൂടായിനോടോ. അളിയനാന്ന് പറഞ്ഞു എന്നാലേ ബില്ല് മുഴുവൻ ഞങ്ങൾ അടക്കേണ്ടി വരൂ താത്ത. അല്ലട്ടോ അല്ലട്ടോ താത്ത, അവിടേക്ക് ഒരാരും കടത്തി വിടുന്നില്ല. അല്ല നിങ്ങൾ ആസ്പത്രിയിൽ ഏടും വരെ പോയി? ഞങ്ങൾ ആസ്പത്രിന് മുന്നിൽ റോഡ്മേ ചെന്ന് നോക്കി. ഷുക്കൂർക്കിയ പറഞ്ഞ ഇതിന്റെ അകത്താണ് മോസക്കേനെ അഡ്മിറ്റ് ചെയ്തെന്ന്. അപ്പൊ തന്നെ വണ്ടി എടുത്ത് പോരുകയും ചെയ്തു. അളിയനെ ഞാൻ വാർഡിലേക്ക് മാറ്റിയിട്ട് കാണാന്ന് വിചാരിച്ച, ഞാൻ ഫോണിൽ കാര്യങ്ങളൊക്കെ അറിയുന്നില്ലേ. ആരുടെ മാവാ ആ നമ്പർ ഒന്നും കൊണ്ട് തന്നെ? അളിയനെ നാട്ടുകാരാണല്ലോ ആസ്പത്രിയിലാക്കിയത്. ഓരോ മൂപ്പരെ നല്ലോണം നോക്കിക്കോളും. പിന്നൊക്കെ പടച്ചോന്റെ കയ്യിലല്ലേ മോളെ. സുക്കൂർ എന്നാലും ഞമ്മളാളൊരാളാടെ മാണ്ടടോ. ബോധം തെളിഞ്ഞ മൂസക്കായിന്റെ കണ്ണ് ഞമ്മളെ തെരിയൂലേ? അതിന് ബോധം തെളിഞ്ഞാനല്ലേ കിടപ്പ് കണ്ടിട്ട് 1-2 ദിവസത്തേക്ക് മൂപ്പര ബോധം തെളിയില്ലാന്നാ തോന്നുന്നത്. ഉപ്പാൻ അങ്ങനെ കണ്ടവരായിരിക്കാ. അവരുടെ നമ്പർ ഒന്ന് എനിക്കിതാ, ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. ഓരെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തണ്ട. ഒരു ഉപകാരം ചെയ്തവർക്ക് അതൊരു ഉപദ്രവമായി മാറരുതല്ലോ.